ഇപ്പോൾ വിജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി എസ് വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ തിരക്കിട്ട ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. 3 സേനാ മേധാവികളും സംയുക്ത മേധാവിയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രതിരോധ മന്ത്രിയുമായി ചർച്ച നടത്തി എന്ന വിവരം വരുന്നുണ്ട്. ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുകയാണ്. രാജ്നാഥ് സിംഗ് കേന്ദ്ര പ്രതിരോധ മന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. 3 സേനാ മേധാവികളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും കരസേനയ്ക്കും എന്താണോ ആവശ്യം അതനുസരിച്ച് നീങ്ങാൻ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ തിരിച്ചടി കുറച്ച് കനത്തതായിരിക്കും. അത് ഈ രാത്രിയിൽ തന്നെ തുടങ്ങും എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരം. പ്രതിരോധ മന്ത്രി ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും സംസാരിച്ചിട്ടുണ്ട്. ഡൽഹിയിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ടോപ്പ് ലെവൽ ഡിഫൻസ് മീറ്റിംഗ് ഓൺ എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉന്നതതല സുരക്ഷാ പ്രതിരോധ മീറ്റിംഗ് ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം അവിടെ നിന്നുള്ള അടുത്ത നീക്കങ്ങളുടെ വിവരം കൂടി വരും. എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജയ്സാൽമീറിൽ 20ലേറെ മിസൈലുകൾ കുതിച്ചെത്തിയെന്ന വാർത്തയുണ്ട്. IPL മത്സരങ്ങളെല്ലാം നിർത്തിവെക്കാൻ സാധ്യത. BCCI യോഗം ഇപ്പോൾ ചേരുന്നുവെന്നും വിവരം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന്. ശ്രീനാഥ്, വിശദാംശങ്ങൾ. ഏതായാലും ഇപ്പോൾ ധരംശാലയിൽ നടക്കുന്ന ഡൽഹി പഞ്ചാബ് IPL മത്സരം ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുകയും താരങ്ങളെയൊക്കെ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇന്നത്തെ ഒരു മത്സരത്തിൽ മാത്രമാവില്ല. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള മത്സരങ്ങൾ ഒരുപക്ഷെ നിർത്തിവെച്ചേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അടിയന്തരമായി BCCI ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി യോഗം ചേരുന്നുണ്ട്. നാളത്തെ അടക്കം മത്സരങ്ങൾ ഒരുപക്ഷെ മാറ്റിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്ന. ഒരു സെക്കൻഡ്, എസ് വിജയകുമാർ, ലാഹോറിൽ എന്തോ വർത്തമാനങ്ങൾ വരുന്നല്ലോ, എന്താ വിവരം? ഇന്ത്യയുടെ തിരിച്ചടി ലാഹോറിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുടെ തിരിച്ചടി ലാഹോറിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നുള്ളൂ. പക്ഷേ ലാഹോർ ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ചു എന്ന വിവരം വരുന്നുണ്ട്. ലാഹോറിൽ ഇന്ത്യയുടെ ആക്രമണം എന്നാണ് വിവരം. അതിന്റെ മറ്റു വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. ഞാൻ കാത്തിരിക്കുന്നു. ആ വിവരം വന്നാൽ ഉടൻ അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ കൊടുക്കാൻ കഴിയുന്നത് ലാഹോറിൽ ഇന്ത്യയുടെ അതിശക്തമായ തിരിച്ചടി എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ്.